ഹലോ നമസ്കാരം. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കുറച്ച് നാളുകൾക്ക് ശേഷമാണ് കേട്ടോ ഒരു വ്ലോഗ് ചെയ്യുന്നത്. കാരണം വേറൊന്നുമല്ല, പ്രത്യേകിച്ച് വ്ലോഗ് ചെയ്യാനായിട്ട് കണ്ടിട്ടൊന്നും എനിക്കില്ലായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ ദേ ഞങ്ങൾ ഇന്ന് ഞായറാഴ്ചയായിട്ട് കൊടുങ്ങല്ലൂർ അമ്പലത്തിലേക്ക് പോവാണ് കേട്ടോ. കുറച്ച് നാളായി പോകണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇപ്പോഴാണ് എല്ലാം ഒന്ന് റെഡിയായിട്ട് വന്നത്, സമയത്ത് വന്നത്. അപ്പോൾ എന്തായാലും ഒന്ന് പോയേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ റെഡിയായി ഞാൻ ചേട്ടായി ഇറങ്ങിയത് അമ്മയുടെ യാത്ര പറയാൻ വേണ്ടി നിൽക്കുകയാണ്. അങ്ങനെ യാത്രയൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി കേട്ടോ. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഒരു 8 മണി എങ്ങാണ്ടായായിരുന്നു. അപ്പോൾ തന്നെ ഞങ്ങൾ പറയുന്നുണ്ടായിരുന്നു നല്ല തിരക്കായിരിക്കും, ഇനി അമ്പലത്തിൽ ചെല്ലുമ്പോൾ നല്ല ക്യൂ നിൽക്കേണ്ടി വരുമെന്ന്. അപ്പോൾ ഇത് ദേ ഞങ്ങളുടെ ഇവിടുത്തെ നാഷണൽ ഹൈവേ ആണ് കേട്ടോ. ഒരു ഭാഗത്തെ പണി ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കി ബാക്കി പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ ദേ അമ്പലത്തിലെത്തി. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ചെന്നപ്പോൾ തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു കൊടുങ്ങല്ലൂർ ദേവീക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവം. അപ്പോൾ അതിനോടനുബന്ധിച്ചുള്ള പരിപാടികളൊക്കെ ഇവിടെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇവിടെ ധാരാളം കടകളൊക്കെ കാണുന്നത്. അത് ചെന്നപ്പോൾ തന്നെ ഒരുപാട് കടകൾ കണ്ട് ഞാൻ അവിടെ വായി നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് പോവാണ്. ഞങ്ങൾ ഈ ഒരു വശത്ത് പാർക്ക് ചെയ്യാൻ നിന്നത് കൊണ്ട് തന്നെ അധികം വണ്ടിയില്ലായിരുന്നു. ഒന്ന് വേറെ 2 ഏരിയ ഉണ്ട് കേട്ടോ വണ്ടി പാർക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഞങ്ങൾ ബൈക്ക് ദേ ഇവിടെ കൊണ്ട് ഇങ്ങനെ വെക്കുകയാണ്. ഭയങ്കര വേസ്റ്റ് ആയിരുന്നു ആ ഭാഗത്തൊക്കെ. എനിക്ക് തോന്നുന്നത് ഉത്സവമൊക്കെ കഴിഞ്ഞത് കൊണ്ടായിരിക്കാം എല്ലാവരും കടയൊക്കെ പൊളിച്ചിങ്ങനെ പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിൻ്റെയൊക്കെ വേസ്റ്റും കാര്യങ്ങളും ഒക്കെ ചുറ്റിനും ഇങ്ങനെ കിടപ്പുണ്ടായിരുന്നു. ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറാനായിട്ട് പോവാണ്. അപ്പോൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ എനിക്കൊരു ആശ്വാസമായി കേട്ടോ. ഭയങ്കര ചൂടായിരുന്നു. കാരണം രാവിലത്തെ വെയിലെന്ന് പറയുന്നത് ഭയങ്കര കഠിനമായ വെയിലായിരുന്നു. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലെത്തി കേട്ടോ. അപ്പോൾ ഇനി അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറാനായിട്ട് നടന്നു പോവുകയാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് ഒരുപാട് കടകളൊക്കെ തന്നെയുണ്ട് അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ തന്നെ. പിന്നെ കൈനോട്ടക്കാരൊക്കെ ഇഷ്ടം പോലെ ഇരിപ്പുണ്ട് കേട്ടോ. അവർ ഞങ്ങളെ ഇങ്ങനെ വിളിച്ച് വാ മോളെ നോക്കാമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ മനസ്സിനൊരു പേടിയുള്ളത് കൊണ്ട് തന്നെ ഞാൻ പോയി നോക്കിയില്ല. ഇനി അവരെന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അത് മനസ്സിൽ കിടന്ന് വെറുതെ എന്തിനാ വേവലാതിപ്പെടുന്നതെന്നോർത്ത് ഞാനത് നോക്കാനൊന്നും പോയില്ല. നേരെ ഞങ്ങൾ അമ്പലത്തിലോട്ട് തൊഴാൻ കയറാനായിട്ട് പോവുകയാണ്. അപ്പോൾ ചെന്നപ്പോൾ തന്നെ ഞങ്ങൾ കണ്ടത് വലിയൊരു ക്യൂ ആണ് കേട്ടോ. ആ ക്യൂ കണ്ടപ്പോൾ തന്നെ ഞാനും ചേട്ടായും പറഞ്ഞു, എൻ്റെ ദൈവമേ തിരിച്ചെപ്പോൾ വീട്ടിൽ പോകും എന്നാണ് ഞങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ട് നടന്നു വരുന്നത്. അപ്പോൾ ക്യൂ കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് 2 പേർക്കും തോന്നി, ദൈവമേ ഇവിടെ വരെ വന്നിട്ട് തൊഴാതെ പോകേണ്ടി വരുമെന്ന് വരെ തോന്നി. കാരണം അതുപോലെ ക്യൂ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ ചെന്ന് നിന്ന് കഴിഞ്ഞപ്പോഴാണ് പെട്ടെന്ന് ക്യൂ നീങ്ങി നീങ്ങി പോകുന്നുണ്ടായിരുന്നു. 2 വരിയായിട്ടാണ് നിർത്തിയേക്കുന്നത്. അപ്പോൾ നമ്മൾ ഓരോ വരി ഇങ്ങനെ അപ്പം കയറ്റി ഇടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഒരു അരമണിക്കൂറേ ഞങ്ങൾക്ക് ക്യൂ നിൽക്കേണ്ട വന്നുള്ളൂ. പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് അമ്പലത്തിൽ കയറി ദേവിനെ കണ്ട് തൊഴാനായിട്ട് സാധിച്ചു. അപ്പോൾ ഇത് നമ്മൾ തൊഴുതിട്ട് ഇവിടെ ഇങ്ങനെ വരുന്നതാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ ചിക്കൻ ബോക്സ്, വസൂരി പോലത്തെ അസുഖങ്ങളൊക്കെ വരുന്നവർക്ക് ഇവിടെ ഒരു വന്ന് വഴിപാടൊക്കെ കഴിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നീട് മറ്റ് മാറാരോഗങ്ങളൊന്നും വരില്ല എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അപ്പം എനിക്ക് പണ്ട് ചിക്കൻ ബോക്സ് വന്നപ്പോൾ ഞാനിവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വന്ന് വഴിപാടൊക്കെ ഞാൻ കഴിപ്പിച്ചിട്ടാണ് പോയത്. അങ്ങനെ ഞങ്ങൾ ക്യൂ ഒക്കെ നിന്ന് ഒരു ആലിൻ്റെ അവിടെ എത്തി. അപ്പോൾ അവിടെ ഇങ്ങനെ തൊട്ടിലും ഓരോ ചരടും ഒക്കെ ആയിട്ട് ഓരോരുത്തർ പൂജിച്ച് മരത്തിൻ്റെ അവിടെ ഇങ്ങനെ കെട്ടിയിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ അതിനെ പറ്റിയൊക്കെ ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുകയായിരുന്നു. എന്തായാലും അവിടെ ചെന്ന് നിന്നപ്പോൾ നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് എനിക്ക് തോന്നിയത്. രാവിലെയും കൂടി ആയതുകൊണ്ട് തന്നെ നല്ലൊരു സുഖം തോന്നി മനസ്സിനൊക്കെ. ഇവിടുത്തെ വിശേഷ ദിവസങ്ങൾ എന്ന് പറയുന്നത് കൊടുങ്ങല്ലൂർ ഭരണിയും പിന്നെ താലപ്പൊലി മഹോത്സവമാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിശേഷ ദിവസം എന്നറിയപ്പെടുന്നത്. പിന്നെ അമ്പലത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ച് പറയാനാണെങ്കിൽ, അതായത് പരശുരാമൻ കേരളം സൃഷ്ടിച്ചതിന് ശേഷം ദാരികൻ എന്ന അസുരൻ അദ്ദേഹത്തിന് ഉപദ്രവിക്കാൻ തുടങ്ങി. സഹികെട്ട പരശുരാമൻ ദാരികനെ വധിക്കാൻ സഹായത്തിനായി ശിവഭഗവാനെ പ്രാർത്ഥിച്ചു. ഭഗവാന്റെ നിർദ്ദേശപ്രകാരം പരശുരാമൻ ശ്രീകോവിൽ നിർമ്മിക്കുകയും ശക്തിദേവിയായ ഭഗവതിയെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ പരാശക്തി തന്നെയാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ദാരികൻ എന്ന അസുരനെ വധിച്ചത് ഭഗവാന്റെ തൃക്കണ്ണിൽ നിന്നും ജന്മമെടുത്ത ഭദ്രകാളിയാണെന്ന് പറയപ്പെടുന്നു. അപ്പോൾ ഇതൊക്കെയാണ് കൊടുങ്ങല്ലൂർ ദേവീക്ഷേത്രത്തിലെ ചരിത്രങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ ക്യൂ ഒക്കെ നിന്നതിന് ശേഷം ഞങ്ങൾക്ക് അവിടെ വഴിപാട് കൊടുക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വഴിപാടിനായിട്ടുള്ള സാധനങ്ങളൊക്കെ ഞങ്ങൾ മേടിച്ചു കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് കുറേ നേരം വെയിറ്റ് ചെയ്ത് നിന്നതിന് ശേഷമാണ് അമ്പലത്തിനുള്ളിലേക്ക് കയറിയത്. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഒരുപാട് വഴിപാടുകളൊക്കെ കഴിപ്പിക്കാൻ അവിടെ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ അമ്പലത്തിൽ നിന്ന് നമുക്കിങ്ങനെ പായസമൊക്കെ മേടിക്കാനായിട്ട് പറ്റും. അപ്പോൾ പായസം മേടിക്കാനായിട്ട് റെസിപ്റ്റും കാര്യങ്ങളൊക്കെ എഴുതിയതിന് ശേഷം വേണം നമ്മൾ അവിടെ ചെന്ന് മേടിക്കാനായിട്ട്. അപ്പോൾ അതിനായിട്ട് അവിടെ ആൾക്കാരൊക്കെ ഇരിപ്പുണ്ട്. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൻ്റെ ഏകദേശം അടുത്തെത്താറായിട്ടുണ്ട്. അപ്പം അങ്ങോട്ട് ക്യാമറയും മറ്റു കാര്യങ്ങളും ഒന്നും അലോഡ് അല്ലാത്തതുകൊണ്ട് പിന്നീട് ഞാൻ അമ്പലത്തിൽ തൊഴുതിറങ്ങിയതിന് ശേഷമാണ് വീഡിയോസൊക്കെ എടുത്തത്. അപ്പോൾ നല്ല തിരക്കായി തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞങ്ങളിവിടെ വന്ന് ക്യൂ നിൽക്കുമ്പോൾ അമ്പലത്തിൻ്റെ പുറകു വശത്ത് നിന്ന് ബാക്കി ക്യൂ തുടങ്ങുകയാണ്. അപ്പോൾ അതുപോലെ ആൾക്കാരാണ് ഞായറാഴ്ച ദിവസമായിട്ടും വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അത് ഇതുപോലെ ഭണ്ഡാരത്തിൻ്റെ അവിടെ QR കോഡൊക്കെ ഉണ്ട്. പിന്നെ ഇതൊക്കെയാണ് അവിടുത്തെ വഴിപാടുകളും കാര്യങ്ങളും ഒക്കെ. അതിൻ്റെ
പൈസയും മറ്റു കാര്യങ്ങളും ഒക്കെ ഇതിൽ എഴുതിയിട്ടുണ്ട്. അങ്ങനെ തൊഴുതതിന് ശേഷം ഞങ്ങൾ തിരിച്ച് ഇറങ്ങി. നല്ലപോലെ തൊഴാനായിട്ട് പറ്റി, ദേവിയെ ശരിക്കും കാണാൻ പറ്റി. അങ്ങനെ ചെരുപ്പ് അന്വേഷിച്ച് വന്നപ്പോൾ ചെരുപ്പ് അവിടെ തന്നെ ഉണ്ട്. പേടിയുണ്ടായിരുന്നു കാണാതെ പോകുമോ എന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങുകയാണ്. അപ്പം ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട്, തിരക്കാന്നൊക്കെയാണെന്ന് തോന്നുന്നു പറയുന്നത്. അങ്ങനെ അപ്പോഴും ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞങ്ങൾ ഇറങ്ങാൻ നേരത്ത് വലിയ വണ്ടിക്കൊക്കെയാണ് ആൾക്കാർ വന്നുകൊണ്ടിരുന്നത്. അങ്ങനെ തിരിച്ച് ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തെടുത്തോട്ട് പോവുകയാണ്. അപ്പോൾ തന്നെ ഞങ്ങൾക്ക് വിശക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഒരു ലോട്ടറിക്കാരനെ കണ്ടു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഒരു ലോട്ടറിയൊക്കെ എടുത്ത്. അപ്പോൾ ഇതുപോലെ ഒരുപാട് കടകളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് സ്നാക്സൊക്കെ മേടിച്ചു. പിന്നെ എനിക്ക് കുപ്പിവെള്ളം മേടിച്ചു കേട്ടോ. ആ വീഡിയോ ഒന്നും എടുക്കാനായിട്ട് പറ്റിയില്ല, കാരണം കുപ്പിവെള്ളം കൊണ്ട് ആക്രാന്തിട്ട് ഞാൻ വീഡിയോ എടുക്കുന്ന കാര്യം മറന്നുപോയി. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് ഞങ്ങൾ കുറച്ച് സാധനമൊക്കെ മേടിച്ച്, പിന്നെ കുപ്പിവെള്ളം മേടിച്ചു. അച്ഛൻ ഒരു കീ ചെയിൻ മേടിക്കണം എന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ അതൊക്കെ മേടിച്ച് ഞങ്ങൾ ഇതേ തിരിച്ച് ഇനി വീട്ടിലേക്ക് പോവാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബൈ.